ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ഇതളപ്പമാണ്. ഇതളപ്പം അല്ലെങ്കിൽ അട്ടിപ്പത്തൽ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നതാണ്. നോർമലായിട്ട് ഇത് കണ്ണൂർ സൈഡിൽ വളരെ ഫേമസ് ആണ്. എൻ്റെ നാട്ടിൽ ഇതിന് ഇതളപ്പം എന്നാണ് പറയാം. ഇതിപ്പം നമ്മൾ നോർമലായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം. ഇതളപ്പം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ, കൂടുതലൊന്നും വേണ്ട. അതിലേക്ക് ഞാനിവിടെ എടുത്തത് 1 കപ്പ് അരിയാണ്. ഇത് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ചെറിയ അരി. ഈ 1 കപ്പിൻ്റെ 1 ഗ്ലാസിൻ്റെ അളവിലെടുത്തിന് 200 ഗ്രാമിൻ്റെ അളവ്. അത് ഞാനിപ്പം ഒരു 2-3 മണിക്കൂർ കുതിർത്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഒന്നിച്ച് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. നോർമൽ വൈറ്റ് റൈസിൻ്റെ ചോറ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ ചെയ്യാം, ഏത് റൈസിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. 1 മുട്ട. ഇത് ഞാനിവിടെ കട്ടിയായിട്ടില്ല 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കട്ടിയായിട്ടില്ല പാല ഇത്. അതുപോലെ തന്നെ ഇതേ സെയിം നമ്മൾ അളന്ന ഗ്ലാസ്സിൽ 2 ഗ്ലാസ് നോർമൽ തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നിച്ച് നമ്മൾക്ക് കുറച്ച് നെയ്യ് കൂടെ ആവശ്യമുണ്ട്. അത് വളരെ കുറച്ച് മതി. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നോർമലായിട്ട് നെയ്യ് അത്ര ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് പകരം ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. നോർമലായിട്ട് ഇത് ട്രഡീഷണൽ വേയിൽ ചെയ്യുമ്പോൾ അതിൽ നെയ്യാണ് യൂസ് ചെയ്യുക. നമ്മൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഞാനത് കാണിക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ഇത് 3 മണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്തതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ്. ഇതിട്ട് ഒന്നിച്ച് 1 മുട്ട വേണ്ടെങ്കിൽ ഒഴിവാക്കുക. നിങ്ങൾ ചേർക്കാൻ നിർബന്ധമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റാണ്. ഇപ്പം വെജിറ്റേറിയൻസിന് മുട്ട ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക. ഈ ഒരു പാത്രം ഒഴിവാക്കിയാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് ചേർത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത്. നമ്മളിവിടെ എടുത്ത് വെച്ച് 2 ഗ്ലാസ് പാലായത് തേങ്ങാപ്പാലാണ്. അതിൽ നിന്ന് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഫസ്റ്റ്. അതിനുശേഷം നമുക്ക് ബാക്കി തേങ്ങാപ്പാൽ കൂടെ അതിലൊഴിച്ചു. ഇതിപ്പോൾ ഈ ഒരു അളവിൽ അരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നില്ല, ഇതിൽ തരിയുണ്ട് അത്രേ. പക്ഷേ ഇതിൽ ബാക്കി തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നേരിയ രീതിയിൽ തന്നെ അരച്ചെടുത്തിന്. ഞാനത് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ 1 ഗ്ലാസ് അരിക്ക് എടുത്തത് ഫുള്ളായിട്ട് ഇതിലൊഴിച്ചിന്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല നേർമയിൽ തന്നെ മാവ് അരച്ചെടുക്കണം. ഒരുപാട് കട്ടിയായാലും ശരിയാവില്ല. അത്രയും നേരത്തെ വിധത്തിൽ ചെയ്താലും നന്നായിട്ട് വരിക, നല്ല സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടതാണ്. നിങ്ങളതിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിൽ ചെയ്തെടുക്കാം. ഇഷ്ടമില്ല പോലെ ചെയ്യാം, കുക്കറിൽ ചെയ്യാം, അങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റീമറിൻ്റെ ഒരു പാത്രം ഉണ്ടായിന്, അത് തന്നെയാണ് വെക്കുന്നത്. ഇതിലേക്ക് ഒരു പ്ലേറ്റ് ഇറക്കി വെക്കണം. ഇതിപ്പോൾ പ്ലേറ്റിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരുപാട് ഫ്ലാറ്റ് ആയിട്ടില്ലതല്ലാണ്ട് ഇങ്ങനെ സൈഡ് കുറച്ച് ഇതുപോലെ ഹൈറ്റിലില്ല വിധത്തിലുള്ള പ്ലേറ്റ് എടുക്കണം. അപ്പോഴാണ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാനിവിടെ ഇറക്കി വെക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അതിന് മുമ്പേ ഫസ്റ്റ് തന്നെ പ്ലേറ്റിലൊന്ന് നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല ഫ്രഷ് നെയ്യ് കിട്ടിയാൽ അത് തന്നെ ചെയ്യണം. ഞാൻ പക്ഷേ നെയ്യ് ഉപയോഗിക്കുന്നില്ല. ഞാനിതിപ്പം വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ നമ്മൾ നോർമലായിട്ട് ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ നെയ്യിൽ തന്നെയാണ് ചെയ്തെടുക്കാറ്. അതുപോലെ ഇതിൻ്റെ സൈഡിലും എല്ലാം ഗ്രേസ് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കണം. നമ്മൾ നോർമലായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ടിന്നിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സ്റ്റീമറിൽ നിന്ന് നല്ല ആവി വരുന്നുണ്ട്. അതുകൂടാണ് പ്ലേറ്റും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ അരച്ച് വെച്ച മാവ് ഫസ്റ്റ് 1 തവി ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ഇതിലാണ് ചുട്ടെടുക്കേണ്ടത്, നേരത്തെ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം 2 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടിയിൽ ഒഴിക്കാൻ പാടില്ല, അതും ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിയിൽ ഒഴിച്ചാലൊന്നും അത്ര ടേസ്റ്റ് വരില്ല. അതിനുശേഷം നമ്മൾക്കിതൊരു 3 മിനിറ്റ് ഇതുപോലെ മൂടി വെക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ മൂടി വെക്കണം. അപ്പോൾ അത് വെന്ത് വരും. ഞാൻ ഇതിപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അടുത്ത ലെയർ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം. അടുത്ത ലെയർ ഒഴിക്കുന്നതിന് മുമ്പേ വീണ്ടും നെയ്യ് ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഫസ്റ്റ് മാറ്റി വെച്ച കട്ടി തേങ്ങാപ്പാൽ കുറച്ചിതിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റാണിത്. കൂടുതൽ വേണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് വീണ്ടും 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് മൂടി വെക്കാം.
നമുക്ക് എത്ര ലെയേഴ്സ് വേണം അത്രയും പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം മാവ്. പക്ഷെ എനിക്ക് കൂടുതൽ തടിപ്പിൽ അത്ര കട്ടിയിൽ കൂടുതൽ ലേയേഴ്സ് അതുപോലെ ഇഷ്ടമല്ല. ഞാൻ ഏകദേശം ഒരു 5-6 ലേയേഴ്സ് വരെയാണ് മാക്സിമം ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പേ വീണ്ടും ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തേങ്ങാപ്പാൽ. നമ്മൾ ശ്രദ്ധിക്കണം, ഈ പ്ലേറ്റ് ചെരിഞ്ഞ് പോകാൻ പാടില്ല. ഇതിലേക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. അഞ്ച് ലേയേഴ്സാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ഇതുപോലെ മൂടി വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് വരുള്ളൂ, നല്ല കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഏകദേശം ഇത് 10-15 മിനിറ്റോളായി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ വീണ്ടും കുറച്ച് നെയ്യ് ലൈറ്റായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് കൂടെ മൂടി വെക്കാം. അപ്പോൾ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കും. ഞാനതവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സമയം തന്നെ ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. നമ്മളിത് ബാക്കി ഇതുപോലെ മാവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അതുപോലെ സ്റ്റീം ചെയ്തെടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ദോശ പോലെ തന്നെ ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതുകൂടെ കളിക്കാം. അപ്പോൾ ഇവിടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിലെല്ലാം നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഉരുണ്ട് പോകും. അതിനുശേഷം ഒരു തവി മാവ് എടുത്തിട്ട് നേരത്തെ വിധത്തിൽ ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് നമ്മൾ നെയ്യാണെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചിട്ടിട്ട് ഉപയോഗിക്കാം. തിരിച്ചിടേണ്ട ആവശ്യമില്ല. തിരിച്ചിട്ടില്ലെങ്കിൽ നല്ലതുണ്ട്, തിരിച്ചിട്ടാലും നല്ലതാണ്. ഞാൻ തിരിച്ചിട്ടിട്ട് പോലെ കാണിക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നോർമലായിട്ട് നീർദോശ ഉണ്ടാക്കിയെടുക്കും. വളരെ നേർത്ത മാവായിട്ട് ഒഴിച്ചിട്ട് ഏകദേശം അതുപോലെ ഉണ്ടാവും. പക്ഷേ ഇതിൽ എക്സ്ട്രാ മുട്ട ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം തണുത്തിട്ടുണ്ടെങ്കിൽ ഞാനിത് എടുക്കാം, പുറമെ എടുക്കാം. അതിന് മുമ്പേ നമ്മൾ ഈ സൈഡൊന്ന് വെടിയിപ്പിച്ചിട്ട് ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം, പൊട്ടിപ്പോവും. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ലൈറ്റായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് പൊട്ടീന്. നല്ല ചൂടിൽ തന്നെ ഞാൻ എടുത്തിന്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അത് കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിത് കാണിക്കാം. ഓരോ ലേയേഴ്സായിട്ട് വന്നത് ഇതാ, ഇതുപോലെ ഓരോ ലേയേഴ്സായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ലേയേഴ്സായിട്ട് കിട്ടുന്നതാണ്, ഓരോ ലേയേഴ്സ് പോലെ തന്നെ. ഇത്രയും നല്ല ടേസ്റ്റുമാണ്. അതുകൂടാണ്ട് നമ്മളിതിപ്പം നോൺ വെജ് കറീൻ്റെ ഒന്നിച്ചെല്ലാം നല്ല ടേസ്റ്റാണ്. വെജ് കറീൻ്റെ ഒന്നിച്ചും നല്ലതാണ്. പക്ഷെ നല്ല സ്പൈസി ആയിട്ടുള്ള കറി കൂട്ടി കഴിക്കാൻ കൂടുതൽ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.